നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും ഉച്ചതിരിഞ്ഞുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 3, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. RBI മോണിറ്ററി പോളിസി തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങളായിരിക്കാം ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിനെ കുറിച്ചൊന്ന് നോക്കിയിട്ട് വരാം. വെള്ളിയാഴ്ചത്തെ നഷ്ടത്തോടുകൂടിയുള്ള വ്യാപാരത്തിന്റെ ഫലമായി നിഫ്റ്റി തുടർച്ചയായി 5 ആഴ്ചയിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മാർക്കറ്റിൽ ദൃശ്യമായത്. തൽഫലമായി നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ 270 പോയിന്റുകളുടെയും സെൻസെക്സിന് 860 പോയിന്റുകളുടെയും നഷ്ടം നേരിടുകയുണ്ടായി. ഏകദേശം 1.1%. തൽഫലമായി 2 വർഷത്തിന് ശേഷം 2023 ശേഷം ഇത് ആദ്യമായാണ് നിഫ്റ്റിയിൽ ഇത്രയും വലിയ ബിഗസ്റ്റ് വീക്ക്ലി ലൂസ് നിഫ്റ്റിയിൽ ദൃശ്യമാവുകയുണ്ടായത്. അതുകൂടാതെ വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ രൂപയും അതിശക്തമായി തന്നെ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഒരാഴ്ച കൊണ്ട് മാത്രം ഇന്ത്യൻ രൂപയ്ക്ക് 100 പൈസയുടെ നഷ്ടമാണ് അമേരിക്കൻ ഡോളറിനെതിരെ നഷ്ടമായത്. അതായത് 1 രൂപയുടെ നഷ്ടം ഒരാഴ്ച കൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമതായി തന്നെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കണ്ടു 30-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്കെതിരെ 25% ട്രേഡ് താരിഫ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം റഷ്യയുമായിട്ടുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ ഫലമായിട്ട് പെനൽറ്റി താരിഫും ഏർപ്പെടുത്തും എന്നുമുള്ള സൂചനകൾ വരുന്നുണ്ട്. ദേശീയ താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് എന്നുള്ളൊരു മറുപടി അല്ലാതെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും മറ്റൊരു സ്റ്റേറ്റ്മെന്റും നിലവിൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ട്രേഡ് താരിഫിന്റെ പ്രഖ്യാപനം നിക്ഷേപകരുടെ ഇടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ ഇടിവ് ദൃശ്യമായിരുന്നു. ഇതിന്റെയൊക്കെ ഫലമായി നിക്ഷേപകരും ആശങ്കാകുലരാണ്. അതിന്റെ പ്രതിഫലനം നമുക്ക് ഇന്ത്യ വിക്സിലും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യ വിക്സ് 12 എന്ന ലെവലിന് അടുത്തേക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെക്ഷനോടുകൂടി എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഗ്ലോബൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഏത് സമയത്തും പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്തേക്കാം. രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി തന്നെയായിരിക്കും. 4-ാം തീയതി അതായത് തിങ്കളാഴ്ച നാളെ രാവിലെ മുതൽ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് തുടങ്ങും. 6-ാം തീയതിയോടുകൂടി അതായത് ബുധനാഴ്ചയോടുകൂടി മോണിറ്ററി പോളിസി മീറ്റിംഗ് അവസാനിക്കും. മാർക്കറ്റ് നിലവില് 25 ബേസിസ് പോയിന്റിന്റെ റെപ്പോ റേറ്റിന്റെ കട്ടാണ് RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ RBIയുടെ ഭാഗത്ത് നിന്നും മോണിറ്ററി പോളിസിയുടെ ഭാഗമായി വരുന്ന ഇൻഫ്ലേഷന്റെയും ലിക്വിഡിറ്റിയുടെയും ഗ്രോത്തിന്റെ മുകളിലുള്ള ഔട്ട്ലുക്കിന്റെ കമന്ററിയും വളരെ ക്രൂഷ്യലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ലോക്കലി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് തന്നെയാണ്. ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന Q1 ഏർണിങ്സ് തന്നെയാണ് മൂന്നാമതായി നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു ഘടകം. പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ Q1 ഏർണിങ്സ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എങ്കിലും ഇനി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ ഇനിയുമുണ്ട്. ഈ ആഴ്ചയിൽ ഭാരതി എയർടെൽ, DLF, ബജാജ് ഓട്ടോ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 ഏർണിങ്സും വരുന്നുണ്ട്. നിലവില് ഈ വർഷത്തെ Q1 ഏർണിങ്സിലൊക്കെ ഒരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ് നിലവിൽ ദൃശ്യമായത്. ഇനി ഈ ആഴ്ചയിലും Q1 ഏർണിങ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടിന്റെ ഒരു ആഘാതം നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെയും ഈ ആഴ്ചയിൽ സ്വാധീനിക്കാൻ സാധ്യതകൾ ഏറെയാണ്. 4-മതായിട്ട് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്ഷൻസ് തന്നെയായിരിക്കും. തുടർച്ചയായി 4 മാസത്തെ ബൈങ്ങിന് ശേഷം ജൂലൈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 47,666 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് ക്യാഷ് മാർക്കറ്റിൽ മാറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ ഓഗസ്റ്റ് 1-ാം തീയതി 3,366 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ സെൽ നടത്തുന്ന കാഴ്ചയാണ്
വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ദൃശ്യമാകുന്നത്. കഴിഞ്ഞ തുടർച്ചയായ 9 ട്രേഡിംഗ് സെഷൻ കൊണ്ട് മാത്രം 27,000 കോടി രൂപയ്ക്ക് മുകളിലാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിയുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ദൃശ്യമാകുന്നത്. അതുകൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ 90% മുകളിലേക്ക് ആയതായിട്ടുള്ള കാഴ്ചകളും ദൃശ്യമാണ്. സോ ഒരു ഭാഗത്ത് ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുന്നു. അതുകൂടാതെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയും ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ വളരെയേറെ ജാഗരൂകത പുലർത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ ഒരാഴ്ചത്തെ ആക്ഷൻ വളരെ ക്രൂഷ്യൽ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവർ സെല്ലിംഗ് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റ് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി അഥവാ അവർ സെല്ലിംഗ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബയേഴ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുവാനും ഒരു മുന്നേറ്റം എങ്കിലും നടത്തുവാനുമായിട്ടും സാധിച്ചേക്കാം. പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ തുച്ഛമാണ് നിലവിലത്തെ നമ്മുടെ മാർക്കറ്റിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ 3 ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി തന്നെ ക്രൂഡ് ഓയിലിന്റെ വില തന്നെയാണ്. ക്രൂഡ് ഓയിലിന്റെ വില എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉയരുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിക്കും. ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് മൂലം. ഇനി ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വരുന്ന ആഴ്ചയിൽ കുറവാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇടിവാണ് സംഭവിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുക അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ പ്രകടനം തന്നെയായിരിക്കും. നിലവില് യുഎസും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടന്നതിന് ശേഷം അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. തൽഫലമായാണ് ഇന്ത്യൻ രൂപയ്ക്കും 100 പൈസയുടെ നഷ്ടം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നേരിടേണ്ടി വന്നത്. അതുകൂടാതെ യൂറോപ്യൻ യൂണിയന്റെ കറൻസിക്കും അതുകൂടാതെ മറ്റുള്ള എമർജിംഗ് രാജ്യങ്ങളുടെയൊക്കെ കറൻസി അമേരിക്കൻ ഡോളറിനെതിരെ നിലവില് ഇടിയുന്ന കാഴ്ചയാണ് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ദൃശ്യമാകുന്നത്. എങ്കിലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് സെക്ഷനിൽ ഇന്ത്യൻ രൂപ 8 പൈസയുടെ നേട്ടം അമേരിക്കൻ ഡോളറിനെതിരെ നേടുന്ന കാഴ്ചയും ദൃശ്യമായി. ഈ ഒരാഴ്ചയിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, ഇനി അല്ല മറിച്ച് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ദുർബലപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് മാറും. കാരണം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണം നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ വിറ്റ് ഒഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ടെക്നിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ്. വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMAയിൽ പിടിച്ചു നിൽക്കുവാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത് 24,600 എന്ന ലെവലില്. പക്ഷെ 3 മണിക്ക് ശേഷം നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയും ദൃശ്യമായി. മാത്രമല്ല നിഫ്റ്റി ഈ ലെവലിന് താഴെയായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ITC സ്ട്രീറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തിയത്. 4,917 കോടി രൂപയിൽ നിന്നും 4,912 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. PC ജ്വല്ല പ്രോഫിറ്റിൽ 122% വർധനവും സെയിൽസിലെ 81% വർധനവും Q1 ഏർണിംഗ്സിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഫെഡറൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 14.7% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. തത്സമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 1.96% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഡൽഹി വെറി നെറ്റ് പ്രോഫിറ്റിൽ 67% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 54.4 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 6% ഉയർച്ച രേഖപ്പെടുത്തി. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റിൽ 9% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1,060 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 4% ഉയർച്ച രേഖപ്പെടുത്തി. MCX റവന്യൂവിൽ 60% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 83% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ ബോർഡ് 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും അപ്രൂവൽ ചെയ്യുകയുണ്ടായി. UPL കമ്പനി Q1 നഷ്ടം കുറച്ചിട്ടുണ്ട്. 527 കോടി രൂപയിൽ നിന്നും 176 കോടി രൂപയായി നഷ്ടം ചുരുക്കി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.